വളരെ എളുപ്പത്തിൽ നമുക്കൊരു പൊക്കവടയുടെ റെസിപ്പി കണ്ടാലോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ 2 ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ഉള്ളി, 1 പച്ചമുളക്, ഇച്ചിരി വേപ്പില ഒക്കെ ചെറുതായി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് മൈദയും പിന്നെ അതേപോലെ കടലമാവ്, ഇച്ചിരി ചിക്കൻ മസാല പൗഡർ, പിന്നെ അതേപോലെ നമ്മൾ അപ്പസോഡ, പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ആഡാക്കിക്കണു. ഇതൊക്കെ പാട് മിക്സ് ആക്കിയിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇങ്ങനെ ആ ഒരു മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാൻ കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് നമ്മളെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്കൊരു യെല്ലോയിഷ് കളറ് അല്ലാതെ തന്നെ വരും. നിങ്ങൾക്ക് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതൊക്കെ ആഡാക്കി കൊടുക്കുക. ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ മുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആഡാക്കി കൊടുക്കുക. ഞാനിവിടെ ആകെ ഒരു മുളകുള്ളൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കിട്ടണം കേട്ടോ. അപ്പോൾ മാവൊക്കെ അവിടെ റെഡി ആയതിന് ശേഷം ഞാൻ പിന്നെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കിക്കാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ ഇതിൻ്റെ നേരത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും, ഞാൻ ഒരു തക്കാളി ചെടീനൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഒക്കെ കുഴപ്പമില്ല, എന്നാലും അതിൻ്റെ ആ ഒരു ഇലകളിലൊക്കെ ഒരുമാതിരി സംഭവമൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഓക്കെയാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തന്നതാണ്. എൻ്റെ അടുത്ത് കുറച്ച് മുളകിൻ്റെ തൈ ഉണ്ട് എന്ന്. അപ്പോൾ നോക്കി അപ്പോൾ അതിൽ ചെറുതായിട്ട് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളവും പിന്നെ അതേപോലെ ഇങ്ങനെ വേസ്റ്റ്, പച്ചക്കറി വേസ്റ്റും ഇതിങ്ങനെ വളരുന്നുണ്ടോ ഇതിൽ കായ് ഉണ്ടാവുന്നുണ്ടോ നോക്കി എങ്ങനെയുള്ള സംഭവങ്ങൾ ഓരോരുത്തർ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ചെടികളൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇത് ഉണ്ടായി കണ്ടപ്പോൾ. പിന്നെ ഇത് ഇപ്പോൾ മുല്ലപ്പൂവിൻ്റെ ഒക്കെ സീസണല്ലേ. അപ്പോൾ മുല്ലപ്പൂവിൻ്റെ മുട്ടൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സിയക്കൊക്കെ ഭയങ്കര സന്തോഷമായിക്കണു. അറിയാലോ, പെൺകുട്ടികൾക്കല്ലേ അതൊക്കെ ഭയങ്കര കാര്യം. അപ്പോൾ ഞാൻ പുറത്തുനിന്നൊക്കെ കയറി വന്നതിന് ശേഷം നമ്മളെ മാവ്, പൊക്കവടൻ്റെ മാവ്, അതൊക്കെ ഇങ്ങനെ ഓരോ ചെറിയ ഇതൊക്കെ ബോൾസാക്കി നമ്മൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെറുതായിട്ട് ആ ഒരു യെല്ലോയിഷ് കളറാവുന്ന ടൈമിൽ നമ്മളത് കോരി മാറ്റിയെടുക്കുക കേട്ടോ. ഇത് ഈ പ്രോസസ്സ് തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെ പോണു? ഞങ്ങളിവിടെ അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ അതേപോലെ മദ്രസയിലൊക്കെ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ? അപ്പം അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിരുന്നോ? ഇവിടെ കുട്ടികളുടെ റിസൾട്ടൊക്കെ വന്നു. ഇൻഷാ അല്ലാഹ് എല്ലാവരും ജയിച്ചേക്കണ്. അപ്പം നമ്മളെ ഈസി ആൻഡ് ടേസ്റ്റി പൊക്കവട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കുകൊണ്ട് അടിപൊളിയാണ്. 2 ഉള്ളി മതി, ഒരു പാത്രം നിറയെ നമുക്ക് പലഹാരങ്ങൾ കിട്ടും, ചായക്കടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.